അംഗം അട്ടഹാസം എന്ന് പറഞ്ഞിട്ട് മാധവ് സുരേഷ് അഭിനയിച്ച സിനിമയുണ്ടെങ്കിൽ ഇറങ്ങിയ സമയത്ത് അശ്വന്ത് കോക്ക് റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒട്ടും കാണാൻ കൊള്ളില്ല എന്നുള്ള രീതിയിൽ, ഭയങ്കര വേസ്റ്റ് ഓഫ് മണിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞ വേസ്റ്റ് ഓഫ് മണി എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിൽ പോലും കാണാൻ കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ആ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും അതുപോലെ തന്നെ മാധവ് സുരേഷൊക്കെ പ്രസ് മീറ്റൊക്കെ നടത്തിയിട്ട് അശ്വന്ത് കോക്കിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്വന്ത് കോക്ക് ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ടാണ് ഇത് കണക്കൊക്കെ ചെയ്യുന്നത്, തങ്ങളുടെ അടുത്തുനിന്ന് പൈസ ചോദിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ അശ്വന്ത് കോക്ക് ഒരു വീഡിയോ ഇവർക്കുള്ള മറുപടി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അത്രയ്ക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ തെളിവ് പുറത്ത് വിടുക, അതല്ലാതെ പറയുകയാണെങ്കിൽ എൻ്റെ വായിരിക്കുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അശ്വന്ത് കോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസറിനും ഡയറക്ടറിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ ഡയറക്ടറായിട്ടുള്ള സുജിത് എസ് നായർ ഒരു വീഡിയോ ഇട്ടേക്കുവാണ്. ആ ഒരു വീഡിയോ ഫുൾ അശ്വന്ത് കോക്കിനെതിരെയാണ്. നീ ഒരു സിനിമ നല്ലതാണ് എന്ന് പറയണമെങ്കിൽ എന്താണ് അതിന് ക്രൈറ്റീരിയ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് അശ്വന്ത് കോക്കിനെതിരെ കുറേയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു. നീ ഉണ്ടെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് തന്നെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം ആരോപണങ്ങളും പിന്നെ ചീത്തവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സുജിത് നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിന് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് കുറേയധികം പേര് ഇത് അശ്വന്ത് കോക്കിന് അത് തന്നെ വേണമെന്നുള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നു. മറ്റു ചിലരാണെങ്കിൽ ഇങ്ങനെ പറയേണ്ടത് എന്തിനാണ്, നിങ്ങളുടെ പടം കൊള്ളില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെയും കമൻ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു.